ഈ വെല്ലുവിളി ഒരു വെല്ലുവിളിയാണ്, തർക്കമൊന്നുമില്ല. ഈ യോഗം തന്നെ പലപ്പോഴും കുറച്ചും കൂടി ആളുകളൊക്കെ പങ്കെടുക്കണമായിരുന്നു. പലരും തെരഞ്ഞെടുപ്പിന്റെ ഓരോ തിരക്കിലാണ്. അപ്പൊ ഇത് ഒരേ സമയത്ത് നടക്കുന്നു എന്നുള്ളത് വെല്ലുവിളിയാണ്. പക്ഷെ നമ്മളെന്ത് വേണം? ഇതൊരു പുതിയ കാലഘട്ടമാണ്. വെല്ലുവിളിയെ അവസരമായി ഉപയോഗപ്പെടുത്തും. ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മളെല്ലാവരും ഫീൽഡിലാണ്. അപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി അങ്ങോട്ട് സ്ഥാനാർത്ഥിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ കാര്യത്തിലാണ് പറയുന്നത്. എന്ത് വോട്ട് ചോദിച്ചു. എന്നാൽ അതിൽ ആദ്യത്തെ പണി എന്തായിക്കോട്ടെ, ഈ മാറിയ സാഹചര്യത്തിൽ SIR തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കുമ്പോൾ ആദ്യത്തെ നടപടി എന്തായിക്കോട്ടെ, അവിടെ ചെല്ലണവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കലായിക്കോട്ടെ നമ്മൾ ആദ്യത്തെ പണി. അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു സേവനമാണ്, ഒരു തർക്കമാണ്. കാരണം വോട്ടുണ്ടാവണമെങ്കിൽ സാന്ദർഭികമായി ഇന്ത്യയിലെ പല സംഗതികൾക്കും ഇന്ത്യൻ പൗരനാണ്, അവർക്ക് അതുണ്ടാവും. ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ, പിന്നെ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഒക്കെ എന്താണ് ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ വരാൻ പോണ സാഹചര്യം എന്താ? ഇന്ത്യൻ പൗരനായ ഒരാളെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ പൗരത്വമുള്ള, എന്താ പറയുക, സ്വബോധമുള്ള, മാനസികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 18 വയസ്സ് തികഞ്ഞ ആൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകാം. എന്നാൽ ഇനി വരാൻ പോണ സാഹചര്യം എങ്ങനെ? ഇതുവരെ അങ്ങനെയില്ല. ഇനി എങ്ങനെയാണ്? വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ നിങ്ങൾ നാട്ടിലെ പൗരനാകും എന്നിടത്തേക്ക് ഇത് മാറുകയാണ്. അപ്പൊ വോട്ട് ഇപ്പൊ പാർട്ടിക്കാരുടെ കാര്യം മാത്രമല്ല, മറ്റത് വോട്ട് ചേർക്കൽ പാർട്ടിക്കാരുടെ കാര്യം അല്ലെ. നമുക്ക് കിട്ടുന്ന വോട്ടൊക്കെ നമ്മൾ ചേർക്കും, മറ്റവർക്ക് കിട്ടുന്ന വോട്ട് മറ്റവർക്ക് ചേർക്കും. അപ്പൊ വോട്ട് കിട്ടുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല. ഇന്ന് വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് പൗരന്റെ ആവശ്യമാണ്. നാളെ നിങ്ങൾ എഴുതി വെച്ചോ, ഈ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ നാളെ പൗരത്വത്തിന്റെ ഒരു അടിസ്ഥാനം വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നതായി തീരും. അപ്പോ ഇതിന്റെ പ്രാധാന്യം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ നമ്മൾ പൗരത്വത്തിൽ നിന്ന് പുറത്താണ്. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവും. ചെറിയ കാര്യമില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ സൂചിപ്പിക്കും. ഇവിടെ ഇത് എങ്ങനെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? 987 മുമ്പ് ജനിച്ചവരാണ് നമ്മളൊക്കെ. ആ കാറ്റഗറിയിൽപ്പെട്ടവരാണ് അല്ലെ. 87 മുമ്പ് ജനിച്ചവരാണെങ്കിൽ എന്താണ്? അവർ ഇന്ത്യൻ പൗരന്മാരാണ്. അത് ഇനി അതിന് വേറെ തെളിവൊന്നും വേണ്ട. അത് ആര് പറയുന്നതാണ്? നമ്മുടെ നാട്ടിലെ പൗരത്വ നിയമം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ്. പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്താണ്? 1987 വരെ ഇന്ത്യൻ മണ്ണിൽ പിറന്നു വീണ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പൊ 87 മുമ്പുള്ള ജനന സർട്ടിഫിക്കറ്റാണ്, ജനന തീയതിയാണെങ്കിൽ അവരൊരു കാര്യം മാത്രം കൊടുക്കാൻ പറ്റുന്നത് ജനന തീയതി, ജനിച്ച സ്ഥലം തെളിയിക്കുന്ന രേഖ. ഒരു തർക്കം വരികയാണ്. സാധാരണ രീതിയിലായിരുന്നു തർക്കം പറയും. അപ്പോ ഉദാഹരണത്തിന് കോട്ടപ്പാടത്തോ അല്ലെങ്കിൽ കുമരമ്പത്തൂരോ പിന്നെ മണ്ണാർക്കാട് ടൗണിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് SLC ബുക്ക് ഉണ്ട്. അതിൽ ആ SLC ബുക്കിൽ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്. SLC ബുക്ക് തന്നെ വേണമെന്നില്ല. സ്കൂളിൽ 4ാം ക്ലാസ് പഠിച്ചവർക്ക് സ്കൂളിൽ രേഖ ഉണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് മണ്ണാർക്കാട് ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് എന്ന് കൃത്യമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അരനെല്ലൂര് കൃത്യമായി, അരനെല്ലൂരിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശം ഉണ്ടാവും, ഉത്തരാട്ടേര എന്ന് പറയുന്നത്. അപ്പൊ 87 വരെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്തുള്ള ആളുകൾക്ക് അറിയാം. അത് പൗരത്വ നിയമത്തിൽ പറയുന്നതാണ്. 87 വരെ ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. അത് ഇനി മാറ്റാൻ കഴിയും. പിന്നെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നത് എപ്പോഴാ? പിന്നീട് ഒരു ഭേദഗതി വന്നത്. ആ ഭേദഗതിയിൽ പറയുന്നത് 87 ശേഷം ഇന്ത്യയിൽ ജനിച്ചവർ, 2004 വരെ ഇന്ത്യയിൽ ജനിച്ചവർ, അവരുടെ മാതാവോ പിതാവോ ഇന്ത്യൻ പൗരനായിരുന്നു. മാതാവോ പിതാവോ ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് 87-നും 2004-നും ഇടയിൽ ഇവിടെ ജനിച്ചാൽ തന്നെ പൗരത്വം കിട്ടും. ജനന ഇന്ത്യയിലായിക്കോട്ടെ. പക്ഷെ അവരുടെ മാതാവോ പിതാവോ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കും. 2004 വീണ്ടും പൗരത്വ നിയമത്തിന് ഭേദഗതി വന്നു. എന്താ ഭേദഗതി? 2004 ശേഷം ഇന്ത്യ ജനിച്ച മാത്രം പോലെ അവരുടെ അച്ഛനും അമ്മയും അപ്പയും ഉമ്മയും ഇന്ത്യൻ പൗരനായിരിക്കണം. ഇതിൽ ഒരാളായ പോലെ. ഇതൊക്കെ ചിലർക്ക് അപൂർവമായിട്ട് ബാധിക്കും. അപ്പോ ചില ആളുകൾ പുറത്തു പോയിട്ട് കല്യാണം കഴിക്കുന്നുണ്ടാവും. അതുപോലെ പിന്നെ ചില കുട്ടികൾ ഇപ്പോ ജനനം ഇവിടെ ആയിക്കോളുന്ന നമ്മളൊക്കെ ഫാമിലിയിൽ നിന്ന് അല്ലെ, വിദേശത്ത് ഗൾഫിലൊക്കെ പോയിട്ട് കുടുംബമായിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെ പ്രസവിച്ച കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വളരെ ന്യൂനപക്ഷമായ ചില വിഭാഗത്തിനകത്ത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന് പരിഹാരമുണ്ട്. ജന്മം കൊണ്ടുള്ള പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലാത്ത രീതിയിൽ പൗരത്വമുണ്ട്, രജിസ്ട്രേഷൻ വഴി പൗരത്വമുണ്ട്, അങ്ങനെയുള്ള സംഗതികളുണ്ട്. അപ്പോൾ ഇത് പൗരത്വ നിയമവുമായി ബന്ധിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ SIR വായിച്ചത്
ഈ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. അപ്പൊ അത് നമ്മളൊന്നും അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നാളെ പോകുന്നവർക്ക് അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് പ്രധാനം. പിന്നെ ഈ 2002 ഇവർ അടിസ്ഥാന വർഷമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിന് അവർ പറയുന്ന ന്യായം വോട്ടർ പട്ടിക പരിഷ്കരണം പല കാലത്ത് നടക്കലുണ്ട്, എല്ലാ കാലത്തും നടക്കുന്ന സാധാരണ പരിഷ്കരണമാണ്. ഈ 2002 ഇതിനു മുമ്പ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ആളുകൾക്ക് ആശങ്കയൊന്നും ഉണ്ടായില്ല. സാധാരണ പരിഷ്കരണം പോലെ തന്നെയാണ് അത് നമ്മളെ ബാധിച്ചത്. എന്നാൽ 2002 ഇങ്ങനെ നടത്തിയതുകൊണ്ട് അതിനെയാണ് അടിസ്ഥാന രേഖയായിട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോ 2002 പട്ടികയിൽ ഉള്ളവർക്ക് ഇപ്പോ BLOമാര് വീട്ടിൽ വന്നിട്ട് വരുന്ന ഫോറം ഉണ്ടല്ലോ, ആ ഫോറം പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പിന്നെ വേറെ സംശയങ്ങളൊന്നുമില്ല. അവർ 2002 പട്ടികയിലുണ്ട്, അവർക്കിനി വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിതിനെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വെല്ലുവിളിയെ അവസരമായി ഉപയോഗപ്പെടുത്തുക. നമ്മൾ കാണുന്നത് 2002 മക്കളും പേരക്കുട്ടികളും ഇപ്പൊ നാട്ടിലുള്ളത്. 2002 മക്കളും പേരക്കുട്ടികളുമാണ്. അപ്പൊ ആ കോളത്തിൽ തന്നെ വേറൊരു ചോദ്യമുണ്ട്. 2002 പട്ടികയിലുള്ള ബന്ധുവിന്റെ പേര് പറയണമെന്നുള്ളൊരു കോളം. അപ്പോ 2002 പട്ടികയിൽ ഇല്ലാത്തവർ ആദ്യം ആ ഫോമിന്റെ ആദ്യത്തെ ഭാഗം അവരുടെ വിശദാംശങ്ങൾ ചേർക്കുകയും പിന്നീട് ആ കോളത്തിന് ഇടത് വലത് 2 ഭാഗമുണ്ട്. ആ ഭാഗത്ത് എന്ത് ചേർക്കണം? 2002 പട്ടികയിലുള്ള വാപ്പാന്റെ, അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ വിശദാംശങ്ങൾ ചേർത്താണ്. അപ്പൊ 2002 പട്ടികയിലുള്ള ഒരാളുടെ മകളാണ് അല്ലെങ്കിൽ മകനാണ് എന്ന് വന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ രേഖയൊന്നും വേണ്ട. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ആ വളരെ സിമ്പിളായ ഒരു ഫോമാണ്. അപ്പൊ അത് പൂരിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ റഷീദ് പറഞ്ഞ വേറെ ഒരു പ്രശ്നം, 2002 പട്ടികയുടെ 2002 പട്ടിക സൈറ്റിലുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റ് അധികാരികളോ എല്ലാം മറ്റു തെരഞ്ഞെടുപ്പുകളെ പോലെ പട്ടിക നമുക്ക് തരുന്നില്ല. 2002 പട്ടിക എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. എന്താ 2002 ഉണ്ടായിരുന്ന നിയോജക മണ്ഡലങ്ങളുടെ കിടപ്പും കിടരയും പേരുമല്ല ഇപ്പോഴത്തെ അസംബ്ലി നിയോജക മണ്ഡലം, ഇപ്പോഴത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ. അപ്പോ 2002 പട്ടിക എടുക്കുമ്പോൾ പഴയ മണ്ണാർക്കാടിന്റെ പട്ടിക, പഴയ മണ്ണാർക്കാട് തച്ചനാട്ടുകരയും കാഞ്ഞിരപ്പുഴയും കരിമ്പുഴയും ഇപ്പോഴത്തെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ അറിയില്ല. പക്ഷെ അത് വോട്ടർ പട്ടിക അന്നത്തെ പട്ടികയുടെ ബൂത്ത് നമ്പർ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ പ്രയാസമുള്ളൂ. അപ്പൊ അത് കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് ഇവിടെ മണ്ഡലം തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, മണ്ഡലത്തെക്കാൾ നല്ലത് പഞ്ചായത്ത് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ചില ആളുകൾ സൗകര്യപ്പെടുത്തുക. ബൂത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ പറയാതെ തന്നെ പലയിടത്തും ഹെൽപ്പ് ഡെസ്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് ഇതിന് വേണ്ട അസിസ്റ്റൻസ്, സഹായം ആർക്ക് കൊടുക്കുക? ഈ ബൂത്ത് കമ്മിറ്റിയിലേക്ക് കൊടുക്കുക. ആളുകൾക്കൊക്കെ വലിയ തോതിൽ ആശങ്കയുണ്ട്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നമ്മളൊക്കെ 2002 പട്ടികയിൽ ഉള്ളവരാണ്, അല്ലെങ്കിലോ നമ്മുടെ ബാപ്പയോ ഉമ്മയോ 2002 പട്ടികയിലുണ്ട്. ഇനി ഇതൊന്നുമില്ലാന്ന് വെച്ചു, ഇതൊന്നുമില്ലാത്തവർക്ക് ഈ 12 രേഖകളിൽ ഒന്ന് കൊടുത്ത് വോട്ടറാവാൻ സാധിക്കും. ഈ 12 രേഖകൾ ഒന്ന് കൊടുത്താൽ, ഈ ആധാറിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കം പറയുന്നത്. ആധാറിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞത് അവസാനം പറഞ്ഞത് ഇതൊരു ഐഡന്റിറ്റി പ്രൂഫ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് എ കൺസോളിഡേറ്റഡ് പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്നൊരു വേർഡിക്റ്റ് കൂടി ഈ ഇത് സംബന്ധിച്ച് ഉണ്ട്. അതവിടെ നിന്നോട്ടെ. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് ആധാർ കിട്ടിയാലും വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്നാണ്. നമുക്കത് മതി. ആധാർ കൃത്യമാണെങ്കിൽ ആധാർ വെച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. മറ്റ് രേഖകളാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പാസ്പോർട്ടുള്ള ഒരാൾക്ക് വേറൊന്നും നോക്കാനില്ല, അത് ഇന്ത്യൻ സിറ്റിസണാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല. 2002 ഇല്ല, 2002 വാപ്പിയും ജമ്മിയില്ല. ഈ വാപ്പിയും ജമ്മിയില്ല എന്ന് പറയുമ്പോൾ വാപ്പിയും ഇപ്പൊ ജീവിച്ചിരിക്കണമെന്നില്ല, ഇപ്പൊ ജീവിച്ചിരിക്കണമെന്നില്ല, അന്ന് ഉണ്ടായിരുന്ന കാര്യം പറ്റും. അപ്പൊ ഇതൊക്കെ BLOമാരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്. BLO ആണ് ഇതിന്റെ 80% സംഗതി പറയുന്നത്. പിന്നെ അതിന്റെ മേലെ ഒരു അസംബ്ലി തലത്തിലൊരു ഓഫീസറുണ്ട്. ഏതെങ്കിലും ആളുടെ അപേക്ഷയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളെ നോട്ടീസ് അയച്ച് നിങ്ങളെ ഹിയറിംഗിന് വിളിക്കും. നമ്മൾ ആരെയും വിളിക്കും. അപ്പോഴാണ് ബാക്കി വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ കൊടുക്കേണ്ടത്.
BLO ഏരിയയിൽ കൊടുക്കാൻ തന്നെ 80-85% പ്രശ്നങ്ങൾക്ക്. പിന്നെ മറ്റൊരു സംഗതി വിദേശത്തുള്ള പ്രവാസി വോട്ട് സംബന്ധിച്ചാണ്. അത് ഇവിടെയുള്ള ആരെങ്കിലും ബന്ധു ഒരുമിച്ച് കൊടുക്കണം, മകനില്ലെങ്കിൽ മാപ്പ കൊടുത്താൽ മതി, ഭാര്യ കൊടുത്താൽ മതി. അത് പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞത് ഇതേപോലെ ഈ മണ്ഡലത്തിന് പുറത്തു നിന്നും അല്ലെങ്കിൽ മണ്ഡലത്തിനകത്തു നിന്ന് തന്നെ മറ്റ് ബൂത്തുകളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരായിരിക്കും നമ്മുടെ വീടുകൾ. നിങ്ങൾ 2002 രേഖ ഉണ്ടെങ്കിൽ തന്നെ 2002 41 വയസ്സിന്റെ മുകളിൽ വോട്ടുള്ളവർക്ക് പ്രായമുള്ളവർക്ക് 2002 പട്ടികയിൽ ഉണ്ടാവും. കാരണം 2002 പട്ടികയിൽ ഉണ്ടാകാൻ മിനിമം അന്നത്തെ വയസ്സാവണം, 18 വയസ്സാവണം. 2002 2025 എത്തുമ്പോൾ കൊല്ലത്തിലായി 23. 23-ഉം 18-ഉം 41 വയസ്സ് ചുരുങ്ങിയതുണ്ടെങ്കിലേ 2002 പട്ടികയിൽ ഉണ്ടാവും. അപ്പൊ അതെല്ലാത്തവരൊന്നും 2002 പട്ടികയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോ ഒരു പഞ്ചായത്തിൽ അലനല്ലൂർ പഞ്ചായത്തിലെ ഇത്ര നമ്പർ ബൂത്തില് ഇന്ന ആരുടെ വോട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് അലനല്ലൂരിൽ ഞാൻ പറഞ്ഞില്ല, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ സിസ്റ്റം ഉണ്ടാവും. അവർക്ക് കൊടുക്കാൻ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറയും. ഇതൊക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. പക്ഷെ എല്ലാവരും കൂടി ചെക്കിങ് കൂടുമ്പോ ഈ ജാമ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അങ്ങനെ ഈ പ്രവർത്തനം വളരെ ശക്തിപ്പെടും. ഇതിൽ തന്നെ ചില അജണ്ടകളുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ വളരെ ശക്തമായി ജാഗ്രതയോടുകൂടി നിന്നാൽ ഈ സംഗതികളെ നമുക്ക് അതിജീവിക്കാനും സാധിക്കും. നാട്ടുകാർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനുള്ളതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യത്തെ പണി. ഈ തെരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ആദ്യം ഈ സഹായം ചെയ്ത് കൊടുത്താൽ മതി, ഈ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആളുകൾ അവരുടെ ആശങ്കകളൊക്കെ മാറി അവർ നമ്മുടെ കൂടെ. അതിന് നമ്മൾക്ക് രാഷ്ട്രീയമൊന്നും എല്ലാ ഇവിടെ നാട്ടുകാർക്കും വോട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ ചില കുതന്ത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സത്യത്തിൽ 2002 പകരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് ഉപയോഗിച്ച പട്ടിക, തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടിക അടിസ്ഥാനമാക്കി എന്നിട്ട് അതിലില്ലാത്തവരെ ചേർക്കേണ്ട സംഗതി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കേരളം കൃത്യമായിട്ട് ഓരോ വർഷവും വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അതിന് ഹിയറിംഗിൽ പങ്കെടുക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിനിടയിൽ സമയം കണ്ടെത്തി അത് സംവിധാനിച്ച മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SIR-മായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലും ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ച് ഈ കിട്ടാവുന്ന ട്രെയിനർമാരൊക്കെ കൊണ്ടുപോയി ഈ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ പല BLO-മാർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. ചിലതൊക്കെ പേപ്പറിൽ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറെ ക്ലാസ്സുകൾ ഓൺലൈനിൽ വന്നുകൊണ്ടേയിരിക്കണം. ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഓൺലൈനിൽ ക്ലാസ് എടുക്കണം. നല്ല കാര്യം തന്നെ, കുറെ കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടും. ഇന്നലത്തെ പത്രത്തിലുണ്ടാവും ആരാണ് ബന്ധു. നമ്മൾ വിചാരിച്ച് ബന്ധു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻ മതിയില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് ബന്ധുവിന്റെ നിർവചനം, അങ്ങനെയുള്ള കുറെ പോരായ്മകൾ ഈ ഫോമിലുണ്ട്. 2002 പട്ടികയിലുള്ള ബന്ധുവിന്റെ പേര് ആണ് ചോദ്യം. പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഏത് ബന്ധുവിന്റെ പേര് വരും. പക്ഷെ ബന്ധു എന്ന നിർവചനത്തിൽ ആരൊക്കെ വരും എന്ന് ഇന്നലത്തെ പത്രത്തിലേക്ക് വായിച്ചു. അതില് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ബന്ധു എന്ന നിർവചനത്തിൽ വരൂ. വേറെ നമ്മള് പിന്നെ വേറെയാണെങ്കിൽ മറ്റൊക്കെ ബന്ധുക്കളാണല്ലേ, ഭർത്താവിന്റെ കുടുംബക്കാരുടെ ബന്ധുക്കളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, സഹോദരിമാർ, അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കണക്കിൽ പറഞ്ഞാൽ ഇളയച്ചൻ, ഇളാപ്പ, മുത്തപ്പ, മക്കളൊക്കെ ഉണ്ട്. അതൊന്നും ബന്ധത്തിൽ വരുന്നില്ല. ബന്ധം എന്ന് പറയുമ്പോൾ 2002 പട്ടികയിലെ ബന്ധം രേഖപ്പെടുത്തേണ്ടത് ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ സംഗതികൾ. ബാക്കി അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ട്രെയിനർമാർ വിശദീകരിക്കും. അപ്പോൾ ഇത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയിൽ മുങ്ങിപ്പോകരുത്. ഇത് ഈ നാടിനും നാട്ടുകാർക്കൊക്കെ വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിന്റെ ആദ്യ വർത്തമാനം കേട്ടപ്പോൾ തന്നെ പിന്നെ റഷീദിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ട് ആളുകൾ ഇതിന്റെ പിന്നെ വാർഡ് വിഭജനം, വോട്ട് ചേർക്കലും, പിന്നെ സ്ഥാനാർത്ഥി നടക്കുന്ന നേരത്ത് നമ്മൾ നിയമസഭാ പട്ടിക എന്ന് പറഞ്ഞു വരുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ തൽക്കാലം അത് വേണ്ട, അതൊക്കെ അതിന്റെ രീതിയിലാണ് വോട്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരോടും ഈ വിധത്തിൽ ഇത് ചെയ്യണം. ഇത് പാർട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ സ്റ്റാറ്റസ് മാറുമ്പോൾ മുമ്പ് ഇന്ത്യൻ പൗരനായ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ ഒരു ആനുകൂല്യം കിട്ടുന്നതിൽ ഇന്ത്യൻ പൗരനാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് ഇന്ത്യൻ പൗരത്വത്തിന് തെളിവാണ്. നേരെ മറിച്ച് നാളെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായാലേ ഇന്ത്യൻ പൗരനാകും എന്നിടത്തേക്കാൾ കാര്യങ്ങൾ. അപ്പോൾ പൗരത്വർക്ക് പല വിധത്തിലുള്ള ഭീഷണികൾ നേരിടുന്ന ഈ കാലത്ത് എല്ലാവരും ആ കാര്യത്തിൽ ഉത്സാഹിക്കാം. നന്നായി ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മളുടെ
സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമം ഉണ്ടാവണം.